കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വിവാഹത്തിന് ഏകനക്ഷത്ര പൊരുത്തം പാടുമോ? വിവാഹം ഏകനക്ഷത്ര പൊരുത്തം ചിലർ ചോദിക്കാറുണ്ട്, രണ്ടും ഒരേ നാളാണ്, ഒരേ നാള് ചേർക്കാൻ പാടുമോ, ഒരേ നാള് ചേർത്താൽ കുഴപ്പമുണ്ടോ എന്ന്. എല്ലാവർക്കും എല്ലാ നാളും ചേരില്ല. ചില ഏകനാളുകൾ നമുക്ക് ചേർക്കുന്നതിന് വിരോധമില്ല. സ്ത്രീ പുരുഷന്മാര് രണ്ടുപേരും ഏക നക്ഷത്രത്തിലായാല് ദോഷമില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാല് പൂരാടം, ഭരണി നക്ഷത്രം, അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം ഈ നാളുകളായാല് ഭാര്യാഭർത്താക്കന്മാരെങ്കില് വിയോഗവും ഐശ്വര്യനാശവും ഉണ്ടാവും. മനസ്സിലായോ? പൂരാട നക്ഷത്രം, ഭരണി നക്ഷത്രം, അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം ഈ നാളുകൾ തന്നെ ഒരേ നാളുകൾ വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒന്നുകിൽ ഭർത്തൃവിരഹമോ അല്ലെങ്കിൽ വിയോഗമോ ഐശ്വര്യനാശമോ ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അവിട്ടം നക്ഷത്രം, പൂയ നക്ഷത്രം, മൂല നക്ഷത്രം, മകം ഈ നാളുകളിലാണെങ്കിൽ ഇരുവരും ജനിക്കുന്നതെങ്കിൽ പലവിധ കഷ്ടാനുഭവങ്ങളും ഉറപ്പാണ്. മറ്റത് ഭർത്തൃവിരഹവും ഐശ്വര്യദോഷവുമാണ്. ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ നക്ഷത്രങ്ങളാണ് എങ്കിൽ ഐശ്വര്യ ദോഷം മാത്രമല്ല, പലവിധ കഷ്ടാനുഭവങ്ങളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ വരുന്ന 15 നാളുകളിൽ ജനിച്ച ദമ്പതികൾക്ക് ഈ പറയുന്ന ദോഷം സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ 15 നാളുകാരെ ഏകനക്ഷത്രമാണെങ്കിൽ വിവാഹത്തിന് പൊരുത്തം ചേർക്കാം എന്നതാണ് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത്. ഈ 15 നാളുകളുടെ പൊരുത്തം നോക്കുന്ന സമയത്ത് ഈ 15 നാളുകളും ഏകനാളുകളാണ് അവർ ചേർക്കാമെങ്കിൽ പോലും ഈ 15 നാളിന്റെയും പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗണപ്പൊരുത്തമോ സമസപ്തമ യോഗമോ ദിനപ്പൊരുത്തമോ പാപസന്ധിയോ ദശാസന്ധിയോ ഒക്കെ നോക്കി അതിന് ചേരുന്ന രീതിയിലും കൂടി ആയിരിക്കണം ജാതകം ശുദ്ധജാതകം. ഒരേ നാളാണ് എന്ന് വെച്ചിട്ട് എല്ലാവരുടെയും ജാതകം ശുദ്ധമാണോ, എല്ലാവരുടെയും ജാതകം പാപമാണോ എന്നില്ലല്ലോ. അരപ്പൊരുത്തമുണ്ടോ ഏകപ്പൊരുത്തമുണ്ടോ അങ്ങനെയൊക്കെ നോക്കണമല്ലോ. അതിനെയൊക്കെ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വിവാഹ പൊരുത്തം ചേർക്കാൻ.